ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കഥകൾ തന്നെയുണ്ട്, ഒരുപാട് ചരിത്രം തന്നെ ക്ഷമക്കുണ്ട്. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്തതും ക്ഷമയാണ്. ഒരു ഉമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഉമ്മക്ക് 2 മക്കളായിരുന്നു. ചെറിയ പ്രായം മുതലുള്ള ആഗ്രഹമാണ് മദീനത്ത് പോകണം, റസൂലിൻ്റെ വഴിയിലൂടെ ഒന്ന് ചലിക്കണം, അവിടെയെല്ലാം ഒന്ന് കാണണം, അതിൻ്റെ ഗന്ധമൊന്ന് രുചിക്കണം എന്നെല്ലാം. അങ്ങനെ ക്ഷമിച്ച് ഒരുപാട് നാളുകൾ കടന്നുപോയി. മക്കളെല്ലാം വലുതായി. 2 മക്കളാണ്. മൂത്ത മകനാണെങ്കിൽ ചെറിയ കച്ചവടക്കാരനാണ്, വലിയ സാമ്പത്തിക സ്രോതസ്സുകളൊന്നുമില്ല. ഇളയ മകനാണെങ്കിൽ പഠനമെല്ലാം കഴിഞ്ഞു, വേണ്ട ജോലിയൊന്നും കിട്ടിയിട്ടുമില്ല. ആ ഉമ്മക്ക് വേവലാതികൾ കൂടി. ഇത്ര പ്രായമായി, എൻ്റെ മക്കൾക്ക് കഴിവില്ല, ഞാൻ എത്ര നാളായി ക്ഷമിക്കുന്നു, ഞാൻ എങ്ങനെ മദീന കാണും, ഞാൻ എങ്ങനെ അവിടെ എത്തും, എനിക്കും വാർദ്ധക്യമായി. പെട്ടെന്നായിരുന്നു ഇളയ മകന് ജോലി കിട്ടുകയും ആ ഇളയ മകൻ്റെ 1 മാസത്തെ ശമ്പളം കൊണ്ട് തന്നെ ആ ഉമ്മക്ക് ആ മദീനത്ത് എത്താൻ പറ്റുകയും ചെയ്തു. ക്ഷമിച്ച് എങ്ങും എത്തില്ല എന്ന ചിന്തയുള്ളവർക്ക് വലിയൊരു ഉചിതമായ ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്. എത്രത്തോളം ക്ഷമിക്കുന്നോ അതിനുള്ള പ്രതിഫലവും അതിനുള്ള ഗുണവും നിങ്ങളിലെത്തും, അതുറപ്പാണ്. ഇന്നത്തെ സമൂഹത്തിന് ഒട്ടും ക്ഷമയില്ല. ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംതൃപ്തിയുമില്ല. എന്തു വന്നാലും ക്ഷമയുള്ളവരാവുക, എന്നാൽ മാത്രമാണ് ജീവിതത്തിൽ സംതൃപ്തിയും ഉണ്ടാകുള്ളൂ. ഈ ദുനിയാവിലുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ, ക്ഷമിക്കാൻ പറ്റട്ടെ.